ബാക്ക് ടു മൈ ചാനൽ ഈനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി മാല ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് വെയിറ്റ് കൂടിയ സ്റ്റോൺ ബീഡ്സ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വെയിറ്റ് താങ്ങത്തക്ക രീതിയിലുള്ള കൊളുത്താണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളറിലെ ഇതിൻ്റെ സിൽവറും ബ്രാസും ഒക്കെ ബ്രാസ് കളറും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഗിയർ വയർ ആവശ്യാനുസരണം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ ഗോൾഡിൻ്റെ ഗിയർ ലോക്ക് ഇല്ലാതെ ഞാൻ സാധാരണ എപ്പോഴും സിൽവറിൻ്റെ ഗിയർ ലോക്കാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഗോൾഡിൻ്റെ ഗിയർ ലോക്ക് ഉണ്ടെങ്കിൽ ആ ഗിയർ ലോക്ക് ഇടുക. ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് കൂടിയ സ്റ്റോൺ ബീഡ്സ് ഇടുന്നത് കൊണ്ട് ഞാൻ 3 ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കൊളുത്തിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഗിയർ ലോക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ആ ഒരു ഗിയർ വയർ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ മുറുക്കിയെടുക്കുക, ലൂസാകാൻ പാടില്ല. ഒരിത്തിരി ലൂസായാൽ മതി, ഒരുപാടങ്ങ് ലൂസാകാൻ പാടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ മാല അങ്ങ് താഴോട്ട് കിടക്കും, ലൂസായി കിടക്കും. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര ഇറക്കം വേണോ ആ ഒരു രീതിക്ക് അനുസരിച്ച് നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യമില്ലാത്ത പോർഷൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗിയർ വയറൊക്കെ കട്ട് ചെയ്ത് കളയുക. അപ്പം ഞാനിവിടെ എടുക്കുന്ന ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് മാർക്കറ്റിൽ നല്ല റേറ്റിന് വിൽക്കുന്ന ബീഡ്സ് ആണ്. അഗേറ്റ് സ്റ്റോൺ ബീഡ്സ് ആണ്. അപ്പം ഇതിന് മാർക്കറ്റിൽ ഏകദേശം സ്റ്റാൻഡിന് 200-ന് മേപ്പോട്ടും 300-ന് മേപ്പോട്ടും ഒക്കെയാണ് റേറ്റ് വരുന്നത്. അത് ഈ കുറഞ്ഞ റേറ്റിൽ അവൈലബിൾ അല്ല, കാരണം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബീഡ്സ് ആണ്. അപ്പം ഈ ബീഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം, കാരണം ഇത് കളർ ഇളകുന്ന ബീഡ്സും ഒക്കെ ഇപ്പം മാർക്കറ്റിൽ ഉണ്ട്. അപ്പം നിങ്ങളത് ചോദിച്ചു വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, നോക്കി വേണം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൺലൈൻ വാങ്ങിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ബീഡ്സൊക്കെ കളർ ഇളകുന്ന ബീഡ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കി വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോൾഡ് പ്ലേറ്റഡ് ബീഡ്സ് ആണ്. നമ്മൾ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അത്യാവശ്യം എല്ലാവരും ഗോൾഡൻ കളർ മിക്കവാറും സാധാ ബീഡ്സൊക്കെ മിക്കവാറും കളർ പോകുന്നതാണ്. അപ്പം ഇതെന്ന് പറഞ്ഞേക്കുന്ന ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ബീഡ്സ് ആണ്. അതൊരു 7 എണ്ണം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു സ്റ്റോൺ ബീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഷുഗർ ബീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് മാലയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പം കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ വരും. അപ്പം നിങ്ങളൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പിന്നെ പിന്നെ ശരിയായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും നമുക്കത് ശരിയാകണമെന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ച് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ മാല ജസ്റ്റ് കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എടുത്തിരിക്കുന്ന ഗോൾഡ് പ്ലേറ്റഡ് ബീഡ്സിനാണെങ്കിലും അത്യാവശ്യം സ്റ്റാൻഡിന് നല്ല റേറ്റുള്ള ബീഡ്സ് ആണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ബീഡ്സ് ഒക്കെ ആണെങ്കിൽ അല്ലാത്ത കളർ പോകുന്ന ബീഡ്സും മാർക്കറ്റിലുണ്ട്. അപ്പം നിങ്ങൾ ചോദിച്ച് കണ്ടു വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൺലൈനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരുപാട് കളിപ്പീരൊക്കെ പറ്റും. അപ്പം നമ്മളിതൊക്കെ ചോദിച്ചറിഞ്ഞ് വേണം നമുക്ക് എവിടെയാണ് വിശ്വാസം തോന്നുന്നത് അവിടെ നിന്ന് വേണം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ ബീഡ്സ് എല്ലാം ഇങ്ങനെ കയറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ കളറിലെ ചെയിനൊക്കെ ആണെങ്കിലും അതും നമുക്ക് പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിൻസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത്യാവശ്യം ഗ്യാരണ്ടി ഉള്ളതൊക്കെ അതിനൊക്കെ നല്ല റേറ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു മാല സെറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് വരുന്ന മാല വാങ്ങിച്ച് ഇതേ മോഡലിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേ റേറ്റ് വരുന്ന ബീഡ്സ് വാങ്ങിച്ചിട്ട് ഇതേ മോഡലിൽ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലെ ബീഡ്സ് എല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല റേറ്റിനാണ് ഇങ്ങനത്തെ സ്റ്റോൺ ബീഡ്സ് മാലയൊക്കെ വെബ്സൈറ്റുകളിലൊക്കെ സെയിൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം ഈ ഒരു മാല ഉണ്ടാക്കി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഇടണം. കാരണം നമുക്ക് എത്രയാണോ ചിലവാകുന്നത്, നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ ഹാർഡ് വർക്ക്, അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ റേറ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റിന് റേറ്റ് ഇടുന്നതെന്നൊക്കെ ഉള്ളത്. അതൊക്കെ അവരവരുടെ ചോയ്സാണ്, അവരവരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഹാർഡ് വർക്ക്, ഇപ്പം എൻ്റെ ഹാർഡ് വർക്ക് ഞാൻ എത്രത്തോളം വർക്ക് ചെയ്യുന്നു, എത്ര അവേഴ്സിന് സ്പെൻഡ് ചെയ്യുന്നു, എത്ര എക്സ്പെൻസ് ആണ് വരുന്നത്, അതൊക്കെ എനിക്ക് അറിയാവുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എനിക്കിപ്പോൾ അറിയത്തില്ലല്ലോ, നിങ്ങളിപ്പോൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്നും എത്രത്തോളം നിങ്ങൾക്ക് എക്സ്പെൻസ് ആവുന്നുണ്ടെന്നുള്ളതൊന്നും. അപ്പം അതുകൊണ്ട് റേറ്റൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതങ്ങനെ ആരോടും ചോദിച്ച് അങ്ങനെ ഇടേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എത്രയാണോ എക്സ്പെൻസ്, നമുക്ക് എത്രയാണോ നമ്മുടെ വർക്ക് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് ഇടുക.
അപ്പം നമ്മൾ ഇടയ്ക്ക് ഒരു ഗോൾഡൻ ബീഡൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇമേജ് ഒക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് മാലകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ആ ഡിസൈൻ തന്നെ കോപ്പി അടിക്കാതെ നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒരു ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കും അതായി വരും. അപ്പം ഞാൻ ഇത്രയും ബീഡ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ലോക്കറ്റൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മളാണെങ്കിൽ വിക്ടോറിയൻ ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു ബീഡാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിസൈനർ ബീഡ്സ് നമുക്ക് കുറേ അവൈലബിൾ ആയിട്ട് സ്റ്റോറുകളിലൊക്കെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇതുപോലെ ഈ ഒരു വിക്ടോറിയൻ ബീഡിനും പീസിനാണ് ഇതിന് റേറ്റ് വരുന്നത്. പീസിന് ഏകദേശം 20 രൂപ 30 രൂപ അത്രയും റേറ്റിനാണ് വരുന്നത്. അപ്പം ഇത് ബീഡ്സ് എല്ലാം നമുക്ക് സ്റ്റാൻഡിനാണ് കിട്ടുന്നത്. അല്ലാതെ ഇങ്ങനത്തെ ഇടയ്ക്ക് വെക്കുന്ന ബീഡ്സുകളൊക്കെ പീസിനാണ് റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ ഇത്തിരി റേറ്റ് കൂടിയ മാലയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ മാലകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ കുറേ മാലകൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെയായിട്ട് ഈ ഒരു മോഡലിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലോക്കറ്റ് ഇവിടെ ഇട്ടിട്ടില്ല. നമ്മളിങ്ങനെ സൈഡിലായിട്ട് 3 വിക്ടോറിയൻ ബീഡ്സും പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു സൈഡിൽ 3 വിക്ടോറിയൻ ബീഡ്സ് നമ്മൾ വെറൈറ്റി ഡിസൈനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ ആ ഒരു അഗേറ്റിൻ്റെ ബീഡ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം നമ്മൾ മാല കോർക്കുമ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ഗിയർ ലോക്ക് വെച്ച് എങ്ങനെയാണ് മാല ലോക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം ഞാനത് കാണിക്കുന്ന ഒരു ഷോർട്സ് ഞാൻ വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ അത് ആദ്യം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ജസ്റ്റ് ഇടാം. അപ്പം മെറ്റീരിയൽ ആണെങ്കിൽ എല്ലാവർക്കും അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ചിലർക്കാണെങ്കിൽ ഇത്രയും ബഡ്ജറ്റിന് ഒതുങ്ങുന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് അവരവർക്ക് കിട്ടുന്ന ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങിക്കുക. ചിലർക്ക് ഇത്രയും ബഡ്ജറ്റിന് ഒതുങ്ങുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അവരവർക്ക് പറ്റുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരവർക്ക് പറ്റുന്ന സ്റ്റോഴ്സ് കണ്ടുപിടിച്ച് അവരവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന സ്റ്റോഴ്സ് കണ്ടുപിടിച്ച് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ നമ്മൾ ബീഡ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇപ്പുറത്ത് എങ്ങനെയാണോ ചെയ്ത് അതുപോലെ തന്നെ അപ്പുറത്തും ചെയ്ത് നമ്മൾ ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് കൊളുത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യമില്ലാത്ത പോർഷൻസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് ബീഡ്സിന് അതിലൂടെ കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ ഡിസൈൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ, ഈ ഒരു മോഡൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു. ബൈ.